ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് പോലീസ് പരിശോധന ഊർജിതമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനോടകം തന്നെ 60 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് കണ്ടെത്തിയതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരി മാഫിയക്കെതിരെ വ്യാപക പരിശോധനകളും അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും വിതരണ ശൃംഖലയിലെ അംഗങ്ങളെയും കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടക്കുകയാണ്. പദ്ധതിയുടെ കോർഡിനേറ്ററായി സ്പെഷ്യൽ ഓഫീസർ IG പുട്ട വിമലാദിത്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചു. നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരം വ്യാപാരങ്ങൾ നടത്താൻ ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കണ്ണുകളെ ഇന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇതിനകം 728 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 795 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കേസുകളിലായി രാജ്യാന്തര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ MDMA 625 ഗ്രാം MDMA പിടികൂടി. 48.49 കിലോഗ്രാം കഞ്ചാവ്, 136 kg 0.136 kg ഹാഷിഷ് ഓയിലും 480 കഞ്ചാവ് ബീഡിയും പോലീസ് ഇതിനകം പിടിച്ചെടുക്കുകയുണ്ടായി. മൊത്തം 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുകളാണ് കഴിഞ്ഞ 3-ാം തീയതി മുതൽ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 728 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 795 പേരെ അറസ്റ്റ് ചെയ്തതായും വ്യക്തമാക്കി. വിവിധ കേസുകളിൽ നിന്ന് 60 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ കണ്ടെത്തി. ലഹരി വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്തി ശൃംഖല പൂർണ്ണമായും തകർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.